ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. മോക്ക് ടെസ്റ്റ് PSCയുടെ കറണ്ട് അഫയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജനുവരി 26 റിപ്പബ്ലിക് ഡേക്ക് പത്മ അവാർഡ് കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വരുന്ന PSC എക്സാമിന് നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ഭാഗമാണ് ഈ പത്മ അവാർഡ്. ആദ്യം നമുക്ക് പത്മ അവാർഡിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പത്മ അവാർഡ് 3 കാറ്റഗറിയിലായിട്ടാണ് നൽകുന്നത്: പത്മവിഭൂഷൺ, പത്മഭൂഷൺ ആൻഡ് പത്മശ്രീ. 2025 പത്മ അവാർഡ് ആകെ 139 അവാർഡാണ് പ്രഖ്യാപിച്ചത്. 7 പത്മവിഭൂഷൺ, 19 പത്മഭൂഷൺ, 113 പത്മശ്രീ അവാർഡുകൾ. ഇങ്ങനെ ആകെ 139 അവാർഡുകളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിലൊക്കെ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. പത്മവിഭൂഷൺ 7 പേർക്ക്, പത്മഭൂഷൺ 19 പേർക്ക്, പത്മശ്രീ 113 പേർക്ക്. അങ്ങനെ ആകെ 139 അവാർഡുകൾ. പത്മ അവാർഡിനെ കുറിച്ചുള്ള ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. എല്ലാ വർഷവും റിപ്പബ്ലിക് ദിനത്തിൽ, അതായത് ജനുവരി 26 ഈ അവാർഡ് പ്രഖ്യാപിക്കുന്നത്. പത്മവിഭൂഷൺ ഭാരതത്തിനു ശേഷമുള്ള ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ സിവിലിയൻ അവാർഡാണ് പത്മവിഭൂഷൺ അവാർഡ്. 2025 7 പത്മവിഭൂഷൺ അവാർഡാണ് പ്രഖ്യാപിച്ചത്. ഏറ്റവും ഉയർന്ന സിവിലിയൻ അവാർഡ് ഭാരതരത്ന, രണ്ടാമത് പത്മവിഭൂഷൺ, മൂന്നാമതാണ് പത്മഭൂഷൺ, നാലാമത് പത്മശ്രീ. ഇങ്ങനെയാണ് ഇതിന്റെ റാങ്കിങ്. ഏറ്റവും ഉയർന്നത് ഭാരതരത്ന, പത്മവിഭൂഷൺ, പത്മഭൂഷൺ ആൻഡ് പത്മശ്രീ. സ്ഥാപനം നിലവിൽ വന്നത് 1954 പ്രസന്റഡ് ബൈ ഇന്ത്യൻ പ്രസിഡന്റ്. ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ പ്രധാനമന്ത്രി രൂപീകരിച്ച പത്മ പുരസ്കാര കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് പുരസ്കാരങ്ങൾ നൽകുന്നത്. പത്മ അവാർഡ് വിവിധ മേഖലകളായി നൽകുന്നുണ്ട്: ആർട്ട്, സോഷ്യൽ വർക്ക്, പബ്ലിക് അഫയേഴ്സ്, സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി, മെഡിസിൻ, ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ, സ്പോർട്സ്, സിവിൽ സർവീസ് എക്സെട്ര. പത്മ അവാർഡ് 2025 ആകെ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ആകെ 139 അവാർഡ്. പത്മവിഭൂഷൺ 7, പത്മഭൂഷൺ 19, പത്മശ്രീ 113. ഇതിൽ ആകെ 23 സ്ത്രീകൾക്കും 10 ഫോറിനേഴ്സിനും 13 മരണാനന്തര ബഹുമതിയായിട്ടാണ് നൽകിയിട്ടുള്ളത്. 23 സ്ത്രീകൾ, 10 ഫോറിനേഴ്സ്, 13 മരണാനന്തര ബഹുമതി. ഓരോ കാറ്റഗറി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. പത്മവിഭൂഷൺ അവാർഡ് 2025 7 പേർക്കാണ് ലഭിച്ചത്. MT വാസുദേവൻ, കേരളത്തിൽ നിന്നും MT വാസുദേവൻ നായർ, ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ ഫ്രം കേരള. MT വാസുദേവൻ നായർ ആദ്യത്തെ നോവൽ 4/8 1958 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. മറ്റു പ്രധാനപ്പെട്ട നോവലുകളാണ് മഞ്ഞുകാലം, അസുരവിത്ത്, രണ്ടാമൂഴം. മികച്ച തിരക്കഥയ്ക്കുള്ള 4 നാഷണൽ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. സിനിമകൾ: ഒരു വടക്കൻ വീരഗാഥ, കടവ്, സതയം, പരിണയം. ഈ 4 സിനിമകൾക്ക് മികച്ച തിരക്കഥയ്ക്കുള്ള നാഷണൽ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 1995 ജ്ഞാനപീഠ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. സാഹിത്യ അക്കാദമി അവാർഡ് 1958 ലഭിച്ചിട്ടുണ്ട്. പത്മഭൂഷൺ 2005 പത്മവിഭൂഷൺ 2025 ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് MT വാസുദേവൻ നായരിൽ നോക്കാനുള്ളത്. നെക്സ്റ്റ്, പത്മഭൂഷൺ അവാർഡ് 2025 ആകെ 19 പേർക്കാണ് ലഭിച്ചിട്ടുള്ളത്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആരൊക്കെയാണെന്ന് നോക്കാം. കേരളത്തിൽ നിന്നും പത്മഭൂഷൺ ലഭിച്ച ഒരു ആക്ട്രസ്സാണ് ശോഭന ചന്ദ്രകുമാർ. ആക്ട്രസ് ശോഭന 2 ടൈം നാഷണൽ അവാർഡ് വിന്നറാണ്. 2 പ്രാവശ്യം നാഷണൽ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ആദ്യത്തെ തവണ മണിച്ചിത്രത്താഴിനും, രണ്ടാമത്തെ തവണ മൈ ഫ്രണ്ട് എന്ന സിനിമയ്ക്കും. 2006 പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. 2011 കലൈമാമണി എന്ന തമിഴ്നാട്ടിലെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ കലൈമാമണി എന്ന അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ പത്മഭൂഷൺ അവാർഡ് 2025 ആകെ 19 പേർക്കാണ് ലഭിച്ചത്. കേരളത്തിൽ നിന്നും ശോഭന ചന്ദ്രകുമാർ. ആർട്ട് വിഭാഗത്തിൽ നിന്നും പത്മഭൂഷൺ അവാർഡ് ലഭിച്ച രണ്ടാമത്തെ വ്യക്തിയാണ് S. അജിത് കുമാർ. തമിഴ്നാട് ആക്ടറാണ് S. അജിത് കുമാർ. നെക്സ്റ്റ്, നന്ദമുരി ബാലകൃഷ്ണ. തെലുങ്ക് ആക്ടറാണ് നന്ദമുരി ബാലകൃഷ്ണ. ആനന്ദ് നാഗ്, കന്നഡ ആക്ടറാണ് ആനന്ദ് നാഗ്. ബാക്കിയൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആയി നോക്കിയില്ലെങ്കിലും പത്മവിഭൂഷൺ 7 പേർക്ക് ആർക്കൊക്കെയാണെന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം. ഒന്നാമത്തെ വ്യക്തി ദുവൂർ നാഗേശ്വർ റെഡ്ഡി, മെഡിസിൻ, തെലങ്കാന. ജഗദീഷ് സിംഗ് ഖേഹർ, പബ്ലിക് അഫയേഴ്സ്, ചണ്ഡീഗഡ്. കാമുദിനി രജനികാന്ത് ലഖിയ, ആർട്ട് ഫ്രം ഗുജറാത്ത്. ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യം, ആർട്ട് ഫ്രം കർണാടക. MT വാസുദേവൻ നായർ, ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ ഫ്രം കേരള. ഒസാമു സുസുക്കി, ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി ഫ്രം ജപ്പാൻ. ശാരദ സിൻഹ, ആർട്ട് ഫ്രം ബീഹാർ. ഒസാമു സുസുക്കി ഒന്ന് നോക്കി വെക്കണം, കാരണം ജപ്പാനിൽ നിന്നും പത്മ അവാർഡ് ലഭിച്ച വ്യക്തിയാണ് ഒസാമു സുസുക്കി. ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രിയാണ് ഫീൽഡ്. ഇനി ഇമ്പോർട്ടൻ്റ് ആയ പത്മശ്രീ അവാർഡ് നോക്കാം. പത്മശ്രീ അവാർഡ് 2025 113 പേർക്കാണ് ലഭിച്ചത്. സ്പോർട്സ് ഫീൽഡിൽ നിന്ന് 4 പേർക്കാണ് ലഭിച്ചത്: ഹർവീന്ദർ സിംഗ് ഫ്രം ഹരിയാന, ആർച്ചറി. IM വിജയൻ ഫ്രം കേരള, ഫോമർ ഫുട്ബോൾ പ്ലെയറാണ് IM വിജയൻ. അപ്പോൾ കേരളത്തിൽ നിന്നും പത്മശ്രീ അവാർഡ് ലഭിച്ച മലയാളിയാണ് IM വിജയൻ ഫ്രം കേരള, ഫോമർ ഫുട്ബോൾ പ്ലെയർ. R. അശ്വിൻ ഫ്രം തമിഴ്നാട്, ക്രിക്കറ്ററാണ്. സത്യപാൽ സിംഗ് ഫ്രം ഉത്തർപ്രദേശ്, പാരാ അത്ലറ്റിക് കോച്ചാണ് സത്യപാൽ സിംഗ്. അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയി നോക്കി വെക്കണം. പത്മശ്രീ അവാർഡ് 2025 ആകെ 113 പേർക്ക്. സ്പോർട്സ് ഫീൽഡിൽ നിന്ന് 4 പേർക്ക്: ഹർവീന്ദർ സിംഗ്, ആർച്ചറി. IM വിജയൻ, കേരള ഫുട്ബോൾ പ്ലെയർ. R. അശ്വിൻ, തമിഴ്നാട് ക്രിക്കറ്റർ. സത്യപാൽ സിംഗ്, ഉത്തർപ്രദേശിലെ പാരാ അത്ലറ്റിക് കോച്ച്. ഒരു ചോദ്യം നോക്കാം. 2025 പത്മ പുരസ്കാരം എത്ര വ്യക്തികൾക്കാണ് ലഭിച്ചത്? 2025 പത്മ പുരസ്കാരം ആകെ എത്ര വ്യക്തികൾക്കാണ് ലഭിച്ചത്? ഓപ്ഷൻ സി ഈസ് റൈറ്റ് ആൻസർ, 139. 2025 പത്മ പുരസ്കാരം ആകെ 139 വ്യക്തികൾക്കാണ് ലഭിച്ചത്. പത്മവിഭൂഷൺ 7 പേർക്കും, പത്മഭൂഷൺ 19 പേർക്കും, പത്മശ്രീ അവാർഡ് 113 പേർക്കും. അങ്ങനെ ആകെ 139 വ്യക്തികൾക്കാണ് 2025 പത്മ അവാർഡ് ലഭിച്ചത്. അടുത്ത ചോദ്യം, 2025 പത്മവിഭൂഷൺ എത്ര പേർക്ക് ലഭിച്ചിട്ടുണ്ട്? 2025
പത്മവിഭൂഷൺ എത്ര പേർക്ക് ലഭിച്ചിട്ടുണ്ട്? ഓപ്ഷൻ ബി ഇസ് റൈറ്റ് ആൻസർ, 7 പേർക്ക്. 2025 പത്മവിഭൂഷൺ അവാർഡ് ആകെ 7 പേർക്കാണ് ലഭിച്ചത്. ഇത്രയൊക്കെയാണ് പത്മ അവാർഡിൽ നിന്നും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി പഠിച്ചു വെക്കേണ്ട കാര്യങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.